അമേരിക്കൻ ലിറ്ററേച്ചർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺഫെഷണൽ പോയട്രി എന്ന് വെച്ചാൽ എന്താണ്? കൺഫെഷണൽ പോയട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയറ്റിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് ഇമോഷൻസിനെ കുറിച്ചും ഫോക്കസ് ചെയ്ത് അവരൊരു കൺഫെഷൻ പോലെ എഴുതുന്നതാണ്. അവരുടെ ജീവിതത്തിനെക്കുറിച്ചും അവരുടെ ഇമോഷൻസിനെ കുറിച്ചും അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും ഒക്കെ അവരുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർ വളരെ ഓപ്പണായിട്ട് എഴുതുന്നതിനെയാണ് നമ്മളൊരു കൺഫെഷൻ പോലെ എഴുതുന്നതിനെയാണ് കൺഫെഷണൽ പോയട്രി എന്ന് പറയുന്നത്. മിഡ് 20th സെഞ്ച്വറിയിലാണിത് എമേർജ് ആയത്. അപ്പോൾ ഈ പോയറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിലെ ട്രോമ, ഡിപ്രഷൻ, റിലേഷൻഷിപ്പിലുണ്ടായ കാര്യങ്ങൾ, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ റിവീൽ ചെയ്യും. അതായത് മിക്കവാറും ഉള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് മെൻ്റൽ ഇൽനെസ്, സെക്ഷുവാലിറ്റി, ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ആയിരിക്കും. അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടും ഓണസ്റ്റ് ആയിട്ടും ഇമോഷണൽ ആയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് ത്രൂ ദെയർ പോംസ്. അപ്പോൾ വളരെ എന്താ പറയുക, ഫേമസ് കൺഫെഷണൽ പോയറ്റ്സ് എന്ന് പറയുന്നത് സിൽവിയ പ്ലാത്ത് ഉണ്ട്, ആൻ സെക്സ്റ്റൺ ഉണ്ട്, റോബർട്ട് ലോവൽ ഉണ്ട്. ഈ പോയറ്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള പോയറ്റിക് ഫോംസ് അല്ലെങ്കിൽ പോയറ്റിക് റൈറ്റിംഗ് സ്റ്റൈലിൽ നിന്ന് മറ്റൊരു കൺഫെഷണൽ പോയട്രിയിലോട്ട് പോയപ്പോൾ അതായത് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ് ഇവരെല്ലാവരും. അപ്പോൾ പേഴ്സണൽ കൺഫെഷൻസ് പോലെ ആയിരിക്കും നമുക്ക് ഈ ഇവരുടെ പോംസ് വായിക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ റീഡേഴ്സുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കൺഫെഷണൽ പോയട്രി ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വാലിറ്റിയുടെ ഇമ്പോർട്ടൻസും ആർട്ടിലുള്ള ട്രൂത്തുമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഈസ് ദ ക്യാപ്റ്റൻ ഇൻ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ? എബ്രഹാം ലിങ്കൺ ആണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്നുള്ള പോയത്തിനകത്ത് വാൾട്ട് വിറ്റ്മാൻ അഡ്രസ്സ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ക്യാപ്റ്റൻ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എബ്രഹാം ലിങ്കണിനെയാണ് കേട്ടോ. ലിങ്കന്റെ അസാസിനേഷന് ശേഷം എഴുതിയൊരു പോമാണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ലിങ്കൺ എന്ന് പറയുന്നത് ഈസ് പോർട്രേഡ് ആസ് എ ലീഡർ ഓഫ് എ ഷിപ്പ്. ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റനായിട്ടാണ് ഇതിനകത്ത് എബ്രഹാം ലിങ്കണിനെ കാണിച്ചിരിക്കുന്നത്. സോ ആ ഷിപ്പിനകത്തുള്ള ഒരു ക്യാപ്റ്റനെ പോലെ, ഷിപ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കൺട്രിയുടെ ക്യാപ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രസിഡന്റ്. അപ്പോൾ ജേർണി ഇവിടെ സിംബലൈസ് ചെയ്ത് ഇതിനകത്തൊരു ജേർണിയെ കുറിച്ച് പറയുന്നുണ്ട് ഈ പോത്തിനകത്ത്. അത് സിംബലൈസ് ചെയ്യുന്നത് സിവിൽ വാർ ഓഫ് അമേരിക്കയെ കുറിച്ചാണ്, സിവിൽ വാറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സക്സസ്ഫുൾ റിട്ടേൺ ഫ്രം ദ സിവിൽ വാർ അല്ലെങ്കിൽ ആ ജേർണിയിൽ നിന്നുള്ള ആ ഒരു ക്യാപ്റ്റൻസിയിൽ നിന്നുള്ള സക്സസ്ഫുൾ റിട്ടേൺ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വാറിൽ വിക്ടറിയാണ്. പക്ഷേ ക്യാപ്റ്റന്റെ ഡെത്ത് എന്ന് പറയുന്നത് സോറോ ആണ് നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പോയത്തിനകത്തുള്ളത് സെലിബ്രേഷനും ഉണ്ട്, ആ വാറിൽ നിന്നുള്ള സെലിബ്രേഷനും ഉണ്ട്, പക്ഷേ ഗ്രീഫും ഉണ്ട്. അപ്പോൾ ഇത് ഒരു എക്സ്റ്റെൻഡഡ് മെറ്റഫറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പോയത്തിൽ ഉടനീളം ഒരു മെറ്റഫർ പോലെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ആരെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഒരു ക്യാപ്റ്റന്റെ ഷിപ്പായിട്ട്, അതായത് ഷിപ്പിലെ ഒരു ക്യാപ്റ്റനായിട്ടാണ് എബ്രഹാം ലിങ്കണിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പോയ ഉടനീളം അതായതുകൊണ്ടാണ് ഇതിന് നമ്മൾ എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ക്യാപ്റ്റൻ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്ന? ലീഡർഷിപ്പിനെയും സാക്രിഫൈസിനെയും നാഷണൽ യൂണിറ്റിയാണ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാൾസ് ബുക്കോവ്സ്കിയുടെ ഇഫ് ഇറ്റ് ഡസൻ കം ബേസ്റ്റിംഗ് എന്നുള്ള ആ ഒരു വരിയുടെ അർത്ഥം എന്താണ്? അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ചാൾസ് ബുക്കോവ്സ്കിയുടെ പോയത്തിലെയാണ്. ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർജ് ടു റൈറ്റ് എന്നാണ്. ഇഫ് ഇറ്റ് ഡസൻ കം ബേസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ റൈറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ത്വര വരുന്നത്, ആ ഒരു ഏർജ് വരുന്നത് ഭയങ്കര ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടല്ലെങ്കിൽ എന്നുള്ളൊരു മീനിങ് ആണ്. ഇറ്റ് എന്ന് വെച്ചാൽ ഏർജ് ടു റൈറ്റ്, എഴുതാനുള്ള ആ ഒരു പ്രേരണ. അപ്പോൾ ബുക്കോവ്സ്കി ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിംഗ് നാച്ചുറലായിട്ട് വരണം, അതൊരിക്കലും ഫോഴ്സ്ഡോ ആർട്ടിഫിഷ്യലോ ആവരുത്. ട്രൂ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പവർഫുൾ ആയിരിക്കണം, സ്പോണ്ടേനിയസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എഴുതാനുള്ള ഡിസയർ വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ എഴുതാൻ ശ്രമിക്കരുതെന്നാണ് പറയുന്നത്. റൈറ്റിംഗ് ഷുഡ് കം ഫ്രം ഡീപ്പ് ഇമോഷൻ. ഓക്കെ, ഓണസ്റ്റ് ആയിരിക്കണം, ഇൻറ്റൻസ് ആയിരിക്കണം. പിന്നെന്താണ്, ഫെയിമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്, എഴുതാൻ മോട്ടിവേഷൻ. നമ്മൾ ഫെയിം എന്ന് പറഞ്ഞൊരു സംഭവം മോട്ടിവേഷനായിട്ട് കൺസിഡർ ചെയ്യരുത് ഫോർ ടു റൈറ്റ്. അപ്പോൾ ഇത് ലൈൻ എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒതൻറ്റിസിറ്റി ഇൻ റൈറ്റിംഗ് ആണ് കേട്ടോ. അതാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ആർട്ട് എന്ന് തന്നെ പറയുന്നത്. ഇനി ഹർ കൈൻഡ് എന്നുള്ള പോം ആരാണ് എഴുതിയത്? ആൻ സെക്സ്റ്റൺ ആണ്. ആൻ സെക്സ്റ്റൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മേജർ കൺഫെഷണൽ പോയറ്റ് ആണ്. ഫീമെയിൽ ഐഡന്റിറ്റിയെക്കുറിച്ചും എലിനേഷനെ കുറിച്ചും അതായത് ലോൺലിനെസ്സിനെ കുറിച്ചുമാണ് ഹർ കൈൻഡ് എന്നുള്ള വർക്കിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പീക്കർ എന്ന് പറയുന്ന ഒരു വിച്ച് ലൈക്ക് ഫിഗർ ആണ്. അപ്പോൾ വിച്ച് എന്ന് പറയുന്നത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു റിബലാണ് വിച്ച് എന്ന് പറയുന്നത് അല്ലേ. സൊസൈറ്റിക്ക് എന്നുവെച്ചാൽ സ്ത്രീകൾ പണ്ടത്തെ സൊസൈറ്റിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫ് എ വുമൺ ക്വസ്റ്റ്യൻസ് വാട്ട് എവർ ഹാസ് ബീൻ ഫോളോയിങ് ഇൻ ദ സൊസൈറ്റി ഫോർ സെഞ്ച്വറീസ്, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരെ കൺവെൻഷണൽ റോളിനെതിരെ ഒരു സ്ത്രീ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ സൊസൈറ്റിയുടെ ഒരു ടെൻഡൻസി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയെ വിച്ചായിട്ടങ്ങ് മുദ്രകുത്തും. അതായത് ദുർമന്ത്രവാദിനിയാണെന്നും പറഞ്ഞങ്ങ് മുദ്ര കുത്തും. അപ്പോൾ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ലൈക്ക് ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നു, ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു റിബലായിട്ട് മാറുന്നു.
അപ്പോൾ ഇൻഡിപെൻഡൻസും റിബല്യനുമാണ് വിച്ച് സിംബലൈസ് ചെയ്യുന്നത്. ട്രഡീഷണൽ ജെൻഡർ റോളിനെ ചലഞ്ച് ചെയ്യുന്നു ഈ പൂവം. പിന്നെ സ്ത്രീകളുടെ സ്ട്രഗിൾസ് എന്താണ് സൊസൈറ്റിയിലുള്ളത്, അതൊക്കെയാണ് ഒരു പവർഫുൾ ഇമേജറിയിലൂടെ ഇവർ പറയുന്നത്. വളരെ ബോൾഡായിട്ട് എഴുതിയൊരു പൂവമാണ്. ഇതൊരു ഫെമിനിസ്റ്റ് വർക്കാണ് കേട്ടോ, ഹെർ കൈൻഡ് എന്ന് പറയുന്നത്. ഇനി ഈ സ്നോമനകത്ത് വാട്ട് മസ്റ്റ് ദ ലിസ്ണർ ഹാവ്, വാലസ് സ്റ്റീവൻസിന്റെ പോമാണ് സ്നോമൻ. അപ്പോൾ ഒരു ലിസ്ണറിന് എന്താണ് വേണ്ടുന്നത്, ഒരു മൈൻഡ് ഓഫ് വിന്റർ ആണ് വേണ്ടുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇമോഷണൽ ബയാസ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ കാണാൻ ശ്രമിക്കുക. അപ്പം നേച്ചറിനെ അതിൻ്റെ ട്രൂ ആയിട്ടുള്ള ഇതിൽ ഒബ്സർവ് ചെയ്യുക. ഒരു ഇമാജിനേഷനും അതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ലിസ്ണർ ഡിറ്റാച്ച്ഡ് ആയിട്ടും ഒബ്ജക്റ്റീവായിട്ടും അതിനെ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ക്ലിയർ പെർസെപ്ഷൻ കിട്ടുകയുള്ളൂ. ഇതൊരു ഫിലോസഫിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ പോമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റിയാലിറ്റിക്കാണ്, അല്ലാതെ ഇല്യൂഷൻ അഥവാ മായയ്ക്കല്ല. അപ്പോൾ മൈൻഡ് ഓഫ് വിന്റർ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്യുവർ അവയർനെസ് എന്നാണ് കേട്ടോ. ഇനി ആർസ് പൊയറ്റിക്ക എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? നമ്മൾ ആർച്ചിബാൾഡ് മെക്ലീഷിന്റെ പോമാണ്. ആർസ് പൊയറ്റിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഓഫ് പോയട്രി. അത് ഹൊറസിന്റെ ഒരു ഫ്രേസ് ആണ് കേട്ടോ, ദ ആർട്ട് ഓഫ് പോയട്രി അല്ലെങ്കിൽ ആർസ് പൊയറ്റിക്ക എന്നുള്ള കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അബൌട്ട് എന്താണ്, പോംസ് അബൌട്ട് റൈറ്റിംഗ് പോയട്രി ഇറ്റ് സെൽഫ്. അതാണ് ആർസ് പൊയറ്റിക്ക എന്ന് പറയുന്നത്, ആർട്ട് ഓഫ് റൈറ്റിംഗ് പോയട്രി. അതായത് പോയട്രിയുടെ ഫംഗ്ഷൻ എന്തായിരിക്കണം, അതിന്റെ ടെക്നിക്ക് എന്താണ്, അതിന്റെ പേർപ്പസ് എന്താണ്. ആർച്ചിബാൾഡ് മെക്ലീഷ് ഇത് പിന്നെ എഴുതിയ ഒരു പോമാണ് നമുക്ക് പഠിക്കാനുള്ള ആർസ് പൊയറ്റിക്ക. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയട്രി ഷുഡ് ബി ഫെൽറ്റ് ആണ്, നോട്ട് എക്സ്പ്ലെയിൻഡ്. നാച്ചുറലി അതായത് നമുക്ക് ഫീൽ ചെയ്യണം പോയട്രി എന്ന് പറയുന്നത്. സോ ഇത് ഇമേജറി ഇമോഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നു. പിന്നെന്താണ്, റീഡേഴ്സിനെ റൈറ്റേഴ്സിനെ ഗൈഡ് ചെയ്യുന്ന ഒന്നായിരിക്കണം പോമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ലെറ്റേഴ്സ് ഫ്രം ബിർമിംഗം ജയിലിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ ഓഡിയൻസ് ആരാണ്? ലെറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഹൂ ആർ ദി ലെറ്റേഴ്സ് ഇൻറ്റൻഡഡ്. അപ്പോൾ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി റിട്ടൺ ഫോർ സ്പെസിഫിക് പീപ്പിൾ ആണ്. അപ്പോൾ ഈ ലെറ്റർ ഫ്രം ബിർമിംഗം ജയിൽ എന്ന് പറയുന്നത് ഓഡിയൻസ് എന്ന് പറയുന്നത് ഇവിടെ വൈറ്റ് ക്ലർജിമാൻ ആണ്. എന്നുവെച്ചാൽ ലെറ്റർ ഓൾസോ അഡ്രസ്സസ് വൈഡർ പബ്ലിക്. അപ്പം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്തിനെയാണ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന അവരുടെ ആക്ഷൻസിനെയാണ്. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റീഡേഴ്സിനെ പെർസ്യൂഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ റൈറ്റർ ഓഡിയൻസ് നമ്മൾ ഡയലോഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജസ് ക്യാരി ചെയ്യുന്നതാണ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ആയിട്ട് മാറുന്നതാണ്, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വെസൽ ഗ്രിം ആൻഡ് ഡയറിംഗ് എന്നുള്ളതിൻ്റെ റെഫറൻസ് ഏത് പോയറ്റിൽ നിന്നുള്ളതാണ്? ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ നിന്നുള്ളതാണ് വെസൽ ഗ്രിം ആൻഡ് ഡയറിംഗ്. വെസൽ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയാണ്. അപ്പോൾ ഗ്രിം ആൻഡ് ഡയറിംഗ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, ഗ്രിം എന്ന് വെച്ചാൽ ഒരുമാതിരി ഡൾ എന്നുള്ള രീതിയിൽ, ഡയറിംഗ് എന്ന് വെച്ചാൽ ധൈര്യം എന്ന് വെച്ചാൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളതെന്നുള്ളത്. അത് സിവിൽ വാറിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ജേർണി എന്ന് പറയുന്നത് ഡേഞ്ചറസും ഡിഫിക്കൽട്ടും ആണ്. ഷിപ്പ് എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്ന ആ നേഷൻ്റെ സ്ട്രഗിളിനെയാണ്. അപ്പോൾ അതിൻ്റെ റിട്ടേൺ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സക്സസ്ഫുൾ ആയിട്ട് ഷിപ്പ് തിരിച്ചു വരുന്നു എന്ന് വെച്ചാൽ വാർ സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ്. പക്ഷേ ക്യാപ്റ്റൻ്റെ ലോസ് ഉണ്ട്, അത് ട്രാജഡിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ റിസ്ക്കും കറേജിനെയാണ് ഇതിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ റീസൺസ് ടു റൈറ്റ് അല്ലെങ്കിൽ നോട്ട് റൈറ്റ് അക്കോർഡിംഗ് ടു ബുക്കോവ്സ്കി. ചാൾസ് ബുക്കോവ്സ്കി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നാച്ചുറലായിട്ട് വരുവാണെങ്കിൽ മാത്രമേ നമ്മളൊരു റൈറ്റിംഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാവൂ. റൈറ്റിംഗ് നാച്ചുറലിയും പവർഫുള്ളിയും വരേണ്ട കാര്യമാണ്. ഫെയിമിന് വേണ്ടിയും മണിക്ക് വേണ്ടി നമ്മൾ എഴുതരുത്. ഫോഴ്സ്ഡ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അത് ഒറിജിനാലിറ്റി ഇല്ലാത്ത ഒരു റൈറ്റിംഗ് ആണ്. നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. ട്രൂ റൈറ്റിംഗ് ഡീപ്പ് ഇമോഷനിൽ നിന്നാണ് വരേണ്ടത്. അത് ഓണസ്റ്റ് ആയിരിക്കണം, വളരെ ഒറിജിനൽ അല്ലെങ്കിൽ റോ ആയിരിക്കണം. അത് ബേസ്റ്റ് ഔട്ട് ചെയ്ത് വേണം വരാൻ. അത് ബേസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മുടെ മനസ്സിൽ നിന്ന് വന്നില്ലെങ്കിൽ ഒരാൾ എഴുതാൻ പോകരുത്. അതായത് ഒറിജിനാലിറ്റിക്കും ട്രൂത്തിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അടുത്തത് ബിലവഡ് എന്നുള്ള നോവലിനകത്ത് ടോണി മോറിസന്റെ എന്തുകൊണ്ടാണ് വൈ ഡിഡ് സെതെ കിൽ ബിലവഡ്. അപ്പം ബിലവഡിനകത്ത് സെതെ എന്തുകൊണ്ടാണ് അവരുടെ ഓൺ ചൈൽഡ്, ബിലവഡ് എന്ന് വെച്ചാൽ അവരുടെ ഓൺ സെതയുടെ കുട്ടിയാണ് പറയുന്നത് ബിലവഡ് എന്ന്. അപ്പോൾ അതിൽ എന്തിനാണ് കൊല്ലുന്നതെന്ന് വെച്ചാൽ ടു പ്രൊട്ടക്റ്റർ, അതായത് കുട്ടിയെ ചിലപ്പോൾ സ്ലേവറിക്ക് വേണ്ടി എടുത്തുകൊണ്ട് പൊയ്ക്കളയുമോ എന്നുള്ള പേടി കൊണ്ടാണ് കൊല്ലുന്നത്. സ്ലേവറി എന്ന് വെച്ചാൽ വളരെ ക്രൂവൽ ആൻഡ് ഇൻഹ്യൂമൻ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ സെതയെ ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെത്താണ് സഫറിങ്ങിനെക്കാട്ടിലും കുട്ടിക്ക് നല്ലത്, അതുകൊണ്ടാണ് കൊല്ലുന്നത്. അപ്പോൾ ആ ഒരു എക്സ്ട്രീം ഡെസ്പറേഷനിൽ ഒരു സിറ്റുവേഷനിൽ എടുത്തൊരു ആക്ട്, ഒരു ആ മൊമെന്റിൽ എടുത്തൊരു ആക്റ്റാണ് കൊല്ലുക എന്നുള്ളത് കുട്ടിയെ, അല്ലേ? അപ്പോൾ അത് ആ ട്രോമ ഓഫ് സ്ലേവറി കാരണം ഉണ്ടാവുന്നതാണ്. പിന്നെ വൈ ഡസ് മാർട്ടിൻ ലൂതർ കിങ് ഡീക്രൈ മോഡറേഷൻ. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് മോഡറേഷനെ അദ്ദേഹത്തിൻ്റെ ലെറ്ററിനകത്ത്. അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോഡറേഷൻ അല്ലെങ്കിൽ മോഡറേറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റിസിനെ ഡിലേ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ആക്ടിവിസ്റ്റുകളുടെ അടുത്ത് അദ്ദേഹം വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കൊരു ഓർഡർ അത്യാവശ്യമായിട്ട് ആദ്യമേ വേണം, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഇറങ്ങാൻ. അതായത് ജസ്റ്റിസിന് അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് കനോട്ട് വെയിറ്റ്, പക്ഷേ മോഡറേഷൻ എന്ന് പറയുന്നത് വളരെ ഹാംഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്.
ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. ഓക്കെ, പക്ഷേ നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റും നെസസറി ആണ്. പിന്നെ ആർച്ചിബാൾഡ് മെക്ലീഷിൻ്റെ സക്സസ്ഫുൾ പോയത്തിനെ കുറിച്ചാണ്, അതായത് ആർട്സ് പോയറ്റിക്കെ കുറിച്ചാണ് അത് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ പോയം സൈലൻറ്റും മീനിങ് ഫുൾ ആയിരിക്കണം, സജസ്റ്റിംഗ് ആയിരിക്കണം പോയം, അല്ലാതെ തന്നെത്താനെ എക്സ്പ്ലെയിൻ ചെയ്യരുത് ഒരു പോയം. പോയട്രിക്കകത്ത് ഇമേജറി യൂസ് ചെയ്യണം, അത് നേച്ചറിലുള്ള ഒബ്ജക്ട്സ് ആയിരിക്കാം, അതാണ് നല്ലത്, എന്നാലും ഇമോഷൻസ് ഇവോക്ക് ചെയ്യാൻ പറ്റൂ. പോയം എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ്പീരിയൻസ് ആയിരിക്കണം. ഓക്കെ, ടൈംലെസ് ആയിരിക്കണം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹർ കൈൻഡ് എന്നുള്ള പോയ ഉണ്ടല്ലോ, ആൻഡ് സെക്സ്റ്റന്റ്, അതിനകത്ത് വിച്ചിനെ കുറിച്ചുള്ളത് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ബോൾഡ് ആൻഡ് ഡിഫറെൻറ്റ്, ഇൻഡിപെൻഡൻസിനെ റിബല്യനെ കാണിക്കുന്നു, ഫീമെയിൽ ഐഡന്റിറ്റി, ഫെമിനിസ്റ്റ് പോവം, അതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ആർട്സ് പോയറ്റിക്കയിലെ 4 സിമിലീസ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കമ്പാരിസൺ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പോയട്രിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന സിമിലീസ് ഏതൊക്കെയാണെന്നാണ്. പോയട്രിയെ ഫസ്റ്റ് ബ്ലോബ്ഡ് ഫ്രൂട്ടായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, ഓൾഡ് മെഡലിയൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, ബേർഡിൻ്റെ ഇമേജുമായിട്ടും പിന്നെ ചന്ദ്രൻ ഉദിക്കുന്നതായിട്ട് മൂൺ റൈസിങ്ങുമായിട്ടും കമ്പയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ വരുന്നത് വാട്ട് വെയർ ദേ ലൈക്ക് എന്നുള്ള ഡെനിസ് ലെവർടോവിൻ്റെ പോയത്തിനകത്തുള്ള മെയിൻ ഐഡിയ എന്താണ്? അത് വാറിൻ്റെ ഡിസ്ട്രക്ഷനാണ് കാണിക്കുന്നത്. വിയറ്റ്നാം വാറിനെ കുറിച്ചാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ രൂപത്തിലാണ് പറഞ്ഞു പോകുന്നത്. കൾച്ചറിൻ്റെ ലോസ്, ട്രഡീഷൻ ഡിസ്ട്രോയ് ചെയ്ത് എങ്ങനെയാണ് ആളുകൾക്ക് എങ്ങനെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ട്രാജിക് ആയിട്ടുള്ളൊരു ഒരു പോമാണത്. വയലൻസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സഫറിങ്ങിനെ ഹൈലൈറ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ വരുന്നത് ഔട്ട്കാസ്റ്റ് ഓഫ് പോക്കർ ഫ്ലാറ്റിൽ റിലിജനെ എങ്ങനെയാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്? റിലിജൻ എന്ന് പറയുന്നത് ഒരു ഐറോണിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് ഔട്ട്കാസ്റ്റ് ഓഫ് പോക്കർ ഫ്ലാറ്റിൽ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ടൗൺ പീപ്പിൾ എന്ന് പറയുന്ന റെസ്പെക്റ്റബിൾ ആയിട്ട് നിൽക്കുന്നു, അവർ ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യുന്നു, എക്സൈൽ ചെയ്യുന്നു. പക്ഷേ ഈ ജഡ്ജ് ചെയ്ത് എക്സൈൽ ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്കാണ് കൂടുതലും കൈൻഡ്നെസ്സും ഹ്യൂമാനിറ്റിയും ഉള്ളത്. ആ ഒരു മോറൽ ഹിപ്പോക്രസിയാണ് ഈ സ്റ്റോറി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതായത് ട്രൂ ഗുഡ്നെസ് എന്ന് പറയുന്നത് കമ്പാഷനിൽ നിന്നാണ് വരേണ്ടത്, അല്ലാതെ സൊസൈറ്റിയുടെ ഓരോ ലേബലിനനുസരിച്ചല്ല. അപ്പോൾ ഈ ഔട്ട്കാസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാർഡ്ഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നവരാണ് അല്ലേ, അവരുടെ ആക്ഷൻസ് മൊറാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റിലിജിയൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്നോമൻ എന്നുള്ള പോയത്തിനകത്തുള്ള മോഡേണിസത്തിൻ്റെ എലമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പോം കൂടുതൽ പെർസെപ്ഷനെ റിയാലിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ എക്സ്പ്രഷനെ അവോയ്ഡ് ചെയ്യുന്നു, ഒബ്ജക്റ്റിവിറ്റിയെ എംഫസൈസ് ചെയ്യുന്നു. അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലാതെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലാംഗ്വേജ് ഫിലോസഫിക്കലാണ്, ഒരു ക്ലിയർ ആയിട്ടുള്ള നറേഷൻ അല്ല പോയത്തിനകത്ത് ഹാപ്പൻ ചെയ്യുന്നത്. ഇന്നർ തോട്ട്സിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് റാദർ ദാൻ എക്സ്റ്റേണൽ ആക്ഷൻ. ട്രഡീഷണൽ ഐഡിയാസിനെ ഇത് ചലഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതൊരു മോഡേൺ എക്സ്പെരിമെൻറ്റഡ് പോവമായിട്ട് മാറുന്നത്. പിന്നെ ദ സെലിബ്രേറ്റഡ് ജമ്പിങ് ഫ്രോഗ് ഓഫ് കാലവറ കൗണ്ടിക്കകത്തുള്ള സ്മൈലി എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുവാണ്. സ്മൈലി എന്നുള്ള ക്യാരക്ടറിന് ബെറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്, ഗാമ്പിൾ ചെയ്യും എവിടെയൊക്കെയാണ് വേറെവർ പോസിബിൾ. അപ്പോൾ അയാളുടെ ക്യാരക്ടർ ഹ്യൂമറസ് ആണ്, എക്സാജറേറ്റഡ് ആണ്, അമേരിക്കൻ ഫ്രോണ്ടിയർ കൾച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്. പിന്നെന്താണ്, സ്മൈലി കോൺഫിഡൻ്റ് ആണെങ്കിലും ഭയങ്കര ഇച്ചിരി ഇന്നസെൻ്റ് ആണ്. അതുകൊണ്ടാണ് വേറൊരു ഗാംബ്ലർ വന്ന് ഇയാളെ ട്രിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെയാണ് ഇയാളുടെ ഫ്രോഗിനെ നഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഐറണി എന്ന് പറയുന്നത്. ഹ്യൂമൻ ഫൂളിഷ്നെസ്സിനെയാണ് ഇത് കാണിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ബിലവഡിനകത്ത് വരുന്ന സ്ലേവറിയെ കുറിച്ച് ചോദിക്കാം. അപ്പോൾ ഫാമിലീസിനെ സെപ്പറേറ്റഡ് ആവുന്നു, ഫിസിക്കൽ വയലൻസ് വരുന്നു, സൈക്കോളജിക്കൽ ട്രോമയുണ്ട്, ഐഡൻറ്റിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യുന്നു. പിന്നെന്താണ്, സ്ലേവറി പേടിച്ചിട്ടാണ് കുഞ്ഞിനെ കൊല്ലുന്നത്. അപ്പോൾ ആ ഗിൽട്ട് വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അല്ലേ. അത്രയും കാര്യങ്ങൾ വേണം ബിലവഡിനെ ക്രൂവൽറ്റി ഓഫ് സ്ലേവറി എന്നുള്ള രീതിയിൽ ചോദിക്കുവാണെങ്കിൽ എഴുതാൻ. തീം വരുന്നതും സ്ലേവറിയും ഗിൽട്ടും ഒക്കെയാണ് കേട്ടോ ഇതിനകത്ത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മേജർ പോയിറ്റിക് ഡിവൈസ് ഇൻ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റെൻഡഡ് മെറ്റഫറാണ്. സിവിൽ വാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ കാണിക്കുന്നു. ഷിപ്പ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്.
സിവിൽ വാറിൽ നിന്നുള്ള റിട്ടേൺ ആണ് ഷിപ്പിൻ്റെ റിട്ടേണിനെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ വാർ സക്സസ്ഫുൾ ആയി എന്ന്. പക്ഷേ ക്യാപ്റ്റൻ മരിച്ചു. ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ പ്രസിഡന്റ് മരിച്ചു എന്ന് വെച്ചാൽ അത് ഹെഡ് ചെയ്യാനായിട്ട് ഈ ഒരു വാർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്, വാറിൻ്റെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ക്യാപ്റ്റൻ ഇല്ല. സോ ആ ഒരു ആ ഒരു വല്ലാത്തൊരു കണ്ടീഷനെ, ആ ട്രാജിക് സിറ്റുവേഷനെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അപ്പം ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന എക്സ്റ്റെൻഡഡ് മെറ്റഫറിയാണ്. ജോയിയും സോറോയും തമ്മിലുള്ളൊരു ഷിഫ്റ്റാണ് ഈ ഒരു പോയത്തിൻ്റെ ടോൺ എന്ന് പറയുന്നത് കേട്ടോ.